ക്രിസ്മസ് ബമ്പർ ഭാഗ്യശാലിയെ ഉടൻ അറിയാം. അതിനായുള്ള തിരുവനന്തപുരത്ത് ഖോർഗെ ഭവനിൽ വിജയിയെ ഉടൻ നറുക്കെടുക്കും. ഇത്തവണ ടിക്കറ്റ് വിൽപ്പനയിൽ ലോട്ടറി വകുപ്പിന് റെക്കോർഡ് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അച്ചടിച്ച 55 ലക്ഷം ടിക്കറ്റുകളിൽ 54 ലക്ഷത്തിലധികം ടിക്കറ്റുകളും വിറ്റിട്ടുണ്ട്. ഗോകുൽനാഥ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോകുൽനാഥ്, റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ. അല്പസമയത്തിനകം തന്നെ ആരാകും കോടിപതി എന്നറിയാം അല്ലേ? ശ്രുതി, തീർച്ചയായും എന്തായാലും ഒരല്പനിമിഷത്തിനകം തന്നെ ആരാണ് കോടിപതി എന്ന് അറിയാൻ സാധിക്കും. എന്തായാലും 20 കോടി രൂപയുടെ സമ്മാനങ്ങൾ നിലവിൽ നൽകുന്ന പുതുവത്സര ക്രിസ്തുമസ് ബമ്പർ ഭാഗ്യക്കുറിയുടെ ട്രയൽ നറുക്കെടുപ്പ് ഇപ്പോൾ നിലവിൽ ഗോർക്കി ഭവനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ 47 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയതെങ്കിൽ ഇത്തവണ അത് 55 ലക്ഷം ടിക്കറ്റാണ് അടിച്ചത്. ആ 55 ലക്ഷം ടിക്കറ്റുകളിൽ 54 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ്. ഒരല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഗോർക്കി ഭവനിൽ നിന്ന് ഏത് സീരീസിൽപ്പെട്ട ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമെന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഒരു തീരുമാനത്തിലെത്തും. എന്തായാലും പാലക്കാടാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ചില ആശയക്കുഴപ്പങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും പാലക്കാടാണോ അല്ലെങ്കിൽ കോഴിക്കോടാണോ എവിടെയാണ് അടിച്ചതെന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് പാലക്കാട് ഭാഗങ്ങളിലൊക്കെയാണ് ടിക്കറ്റ് വിറ്റുപോകുന്നത് എന്നുള്ള ഒരു ചെറിയ സംസാരമൊക്കെ ഇവിടെ ഉണ്ടായി. എന്തായാലും അല്പനിമിഷത്തിനകം എവിടേക്കാണ് ആ ടിക്കറ്റ് പോയിട്ടുള്ളത്, ആരാണ് ആ ഭാഗ്യവാൻ എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇപ്പോൾ വരും. എന്തായാലും ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രയലിന് ശേഷമാണ് നറുക്കെടുപ്പിനുള്ള ബസർ അമർത്തുകയും തുടർന്ന് ബസറിൽ നിന്ന് കൃത്യമായി സീരീസുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നതാണ്. എന്തായാലും അല്പനിമിഷം കൂടി കാത്തിരുന്നാൽ വിജയ് ആരാണെന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. ശ്രുതി, ഗോകുൽ, അത് തന്നെയാണ്. ഈ പാലക്കാട് ജില്ലയിൽ നിന്നാണോ എടുത്തത് എന്നൊക്കെ അറിയേണ്ടത് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ അത് അറിയാൻ കഴിയും. ഇത്തവണ പാലക്കാട് ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് ഈ ടിക്കറ്റ് വിൽപ്പനയിൽ, പതിവ് പോലെ തന്നെ അല്ലേ? തീർച്ചയായും. അതായത് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി നമുക്കറിയാം ഈ പാലക്കാട് അതുപോലെ തന്നെ ഈ ബോർഡറിനോട് കേന്ദ്രീകരിച്ചുള്ള ജില്ലകളിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട്, അതേപോലെ തന്നെ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ വിറ്റുപോയതും അതേപോലെ തന്നെ അവിടെ നിന്ന് ആളുകൾ ഭാഗ്യവാന്മാർ ആയതും ഒക്കെ നമ്മൾ കഥകൾ കണ്ടതാണ്. എന്തായാലും തിരുവനന്തപുരത്തിനും ആ ഭാഗ്യം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ പല ജില്ലകൾക്കും ഈ ഭാഗ്യം കടാക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് ജില്ലയ്ക്കാണെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തർക്കവും സംശയങ്ങളും ഒക്കെ പൊതുജനത്തിലുണ്ട്. എന്തായാലും പാലക്കാടുകാരൊക്കെ എന്ന് കരുതിയിരുന്നുള്ളൂ. കാരണം പലപ്പോഴും പാലക്കാടേക്കാണ് ഈ ടിക്കറ്റുകൾ ഏറിയ പങ്കും വിറ്റുപോകുന്നതെന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ കണക്കുകളും പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയതെന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ എന്തായാലും തിരുവനന്തപുരവും ഒട്ടും മോശമല്ല. തിരുവനന്തപുരത്തും ടിക്കറ്റുകൾ ഏറെ പങ്ക് ടിക്കറ്റുകളും വിറ്റിട്ടുണ്ട്. എന്തായാലും 55 ലക്ഷത്തോളം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ 54 ലക്ഷത്തോളം വിറ്റുപോയി എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇതായിരുന്നില്ല സ്ഥിതി. ചെറിയ ഗണ്യമായ കുറവ് ഉണ്ടായിരുന്നു ടിക്കറ്റ് വിൽപ്പനയിൽ. പക്ഷേ ഇത്തവണ അത് കാര്യമായി തന്നെ ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഭാഗ്യശാലിക്ക് 20 കോടി രൂപയാണ് ലഭിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. സമാശ്വാസവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് വിജയികൾ ഉണ്ടാകുന്നു. ആ വിജയികൾക്ക് അല്പനിമിഷത്തിനകം ആരാണ് വിജയി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തും. ഇപ്പോൾ ട്രയൽ നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രയൽ നറുക്കെടുപ്പിന് ശേഷം ഒരല്പനിമിഷത്തിനകം തന്നെ ഏത് സീരീസിൽപ്പെട്ട ടിക്കറ്റിനാണ് വിജയി എന്നുള്ള കാര്യം കൃത്യമായി അറിയാൻ സാധിക്കും. ഏത് ജില്ലക്കാരനാണെന്ന് അറിയാൻ സാധിക്കും. ഇനി പാലക്കാടാണോ കോഴിക്കോടാണോ തൃശ്ശൂരാണോ ഈ 14 ജില്ലകളിൽ എവിടെ നിന്നാണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെത്തും. ഇനി മലയാളിയാണോ എന്നുള്ള കാര്യത്തിലും പലപ്പോഴും നമുക്കറിയേണ്ടതുണ്ട്. എന്നാലും ഒരു അല്പനിമിഷത്തിനകം തന്നെ ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതായിരിക്കും. ശ്രുതി.